വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് 2026 ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള ഏകജാലക സംവിധാനം സ്റ്റാർട്ട് ചെയ്യുന്നത് 25/5/2026 മുതലാണ്. അപ്പം അപേക്ഷിക്കുന്നതിന് മുന്നായി തന്നെ 2026 ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ സ്കൂളുകളിലേക്കാണ് അഡ്മിഷൻ ആരംഭിക്കുന്നതെന്നും കൂടാതെ ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നും അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ 2026 +1 വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ തയ്യാറായിട്ടുള്ള കൂട്ടുകാരോ ബന്ധുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് വീഡിയോ ഷെയർ ചെയ്തുകൂടി കൊടുക്കാം. ഇനി നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളിലേക്കും പോവാം. HSCAP എന്ന് പറഞ്ഞിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ആദ്യം നമ്മൾ എടുക്കുക. ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇത്തരത്തിലുള്ളൊരു സൈറ്റായിരിക്കും വരിക. അതിനുശേഷം ഈ മെയിൻ മെനുവിൽ പോയിട്ട് നമുക്കിതിൽ കാണാൻ പറ്റും സ്കൂൾ ലിസ്റ്റ്, കോഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ഓപ്ഷൻ. അതിൽ ഫസ്റ്റ് സ്കൂൾ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് സ്കൂൾ ലിസ്റ്റ് ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ജില്ലയിലുള്ളവരാണ്, അതായത് മലപ്പുറം, നമ്മൾ ഏത് ജില്ലകളിലാണ് വരുന്നത് ആ ജില്ല ചൂസ് ചെയ്യാം. ഞാനിവിടെ മലപ്പുറം ചൂസ് ചെയ്യുന്നതാണ്. അപ്പം മലപ്പുറം ജില്ല ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് മലപ്പുറം ജില്ലയിലുള്ള സ്കൂളുകളുടെ ലിസ്റ്റ് കാര്യങ്ങൾ വരും. അപ്പോൾ ആദ്യം കാണുന്നത് സ്കൂളിൻ്റെ കോഡായിരിക്കും. ഈ സ്കൂൾ കോഡായിരിക്കും നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് അവിടെ എഴുതി കൊടുക്കേണ്ടത്. അക്ഷയ സെൻറ്റർ ത്രൂ ആണെങ്കിൽ നമ്മൾ ആ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് അവിടെ എഴുതി കൊടുക്കേണ്ടതായിട്ട് വരുന്നത് ഈ സ്കൂൾ കോഡാണ്. അപ്പോൾ ഏതൊക്കെ മലപ്പുറം ജില്ലയിൽ അവൈലബിൾ ആയിട്ടുള്ള സ്കൂളുകളുടെ മൊത്തം ലിസ്റ്റും ഇവിടെ ഉണ്ടായിരിക്കും. അതുകൂടാതെ സ്കൂളിൻ്റെ കോഡ്, സ്കൂൾ ഏത് കാറ്റഗറിയാണ്, അതായത് മാനേജ്മെൻ്റ് ആണോ കംപ്ലീറ്റ് ഗവൺമെൻറ് ആണോ അങ്ങനത്തെ കാര്യങ്ങളുണ്ടായിരിക്കും. സ്കൂൾ അവൈലബിൾ ആയിട്ടുള്ള ലോക്കൽ ബോഡി അല്ലെങ്കിൽ താലൂക്കിൻ്റെ നെയിം ഉണ്ടായിരിക്കും. കൂടാതെ അതിൻ്റെ ഏത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലാണ് വരുന്നതുണ്ടായിരിക്കും. കൂടാതെ ആ സ്കൂളിൽ ഏതൊക്കെ കോഴ്സ് കാര്യങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് അതിൻ്റെ കോഡായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സ്കൂൾ വരുന്നത് ഗവൺമെൻറ് GHS ഡൗൺ ഹില്ല് മലപ്പുറം ഡൗൺ ഹില്ലിലുള്ള GHSൻ്റെ ഡീറ്റെയിൽസാണ് ആദ്യത്തായി കൊടുത്തിട്ടുള്ളത്. അവിടെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സ് എന്ന് പറഞ്ഞാൽ 1, 10, 39 ഈ 3 കോഴ്സ് കോഡുകളാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അവിടെ സ്കൂളിന് ജെൻഡർ ഉണ്ട്, അവിടെ ഗേൾസ് സ്കൂളാണ് അത് വരുന്നത്. കൂടാതെ സെക്കൻഡ് ലാംഗ്വേജ് അവൈലബിൾ ആയിട്ടുള്ളത് 1, 2, 3, 6 അങ്ങനെയാണ്. അപ്പം ആദ്യം നമ്മൾ ഏതൊക്കെ സ്കൂളുകളാണ് ഉള്ളതെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ മൊത്തം ഗവൺമെൻറ് സ്കൂൾ അതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ താഴോട്ട് പോകുമ്പോൾ എയ്ഡഡ് ഉണ്ടായിരിക്കും, എയ്ഡഡ് മൈനോറിറ്റി ഉണ്ടായിരിക്കും, കംപ്ലീറ്റ് ഗവൺമെൻറ് ഉണ്ടായിരിക്കും. എല്ലാ തരത്തിലുള്ള സ്കൂളും കാര്യങ്ങളും ഇതിലുണ്ടായിരിക്കും. ഇനി നമുക്ക് സ്കൂളുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇനി വേറെ ജില്ല നോക്കേണ്ടവർക്കാണെങ്കിൽ ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്താൽ മതി, വേറെ ജില്ലയാണെങ്കിൽ ഇപ്പോൾ വയനാടാണെങ്കിൽ വയനാട് എടുത്തു കഴിഞ്ഞാൽ വയനാടിൻ്റെത് വരും. ഇങ്ങനെയാണ് ഓരോ സ്കൂളിൻ്റെ ലിസ്റ്റ് നോക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് കോഴ്സ് കോഡാണ്. അതായത് ഇപ്പോൾ ഇവിടെ നോക്കിയ സമയത്ത് കണ്ടിട്ടുണ്ടായിരിക്കും കോഴ്സ് കോഡ് 1, 10, 11, 13. അപ്പോൾ ഇത് ഏതൊക്കെ കോഴ്സുകളാണെന്ന് അറിയേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യേണ്ടത് ആദ്യം വീണ്ടും നമ്മൾ ആ മെയിൻ മെനു പോയിട്ട് അവിടെ ഉണ്ടായിരിക്കും കോഴ്സ് ലിസ്റ്റ്. ഈ കോഴ്സ് ലിസ്റ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സ് കോഡ്, അതായത് അവിടെ കണ്ടിരുന്നില്ലേ 1, 9, 39 ആ തുടങ്ങിയ കോഴ്സ് കോഡുകൾ ഉണ്ടായിരിക്കും ഈ സൈഡിലായിട്ട് വരുന്നത്. കോഴ്സ് കോഡിന് ഇപ്പുറത്തായിട്ടുണ്ടായിരിക്കും കോഴ്സ് നെയിമുകൾ. അപ്പോൾ 1 എന്ന് പറഞ്ഞ കോഴ്സ് കോഡിൽ വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ആണ്. അപ്പോൾ ഇനി ഇതിന് പ്രാക്ടിക്കൽ അവൈലബിൾ ആണോ, പ്രാക്ടിക്കൽ ഇല്ലേ അങ്ങനത്തെ കാര്യങ്ങളും അതിന് സൈഡിലായിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ Y എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ഉണ്ട്, യെസ് എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 21ാമത്തെ കോഡിൽ പറയുന്നത് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ആന്ത്രപ്പോളജി ആണ്. അപ്പോൾ അവിടെ പ്രാക്ടിക്കലിൻ്റെ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് നോ എന്നാണ്, അതായത് അവിടെ പ്രാക്ടിക്കൽ അവൈലബിൾ അല്ല എന്നാണ്. ഇത്തരത്തിലാണ് നിങ്ങൾ കോഴ്സ് കോഡ് കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അക്ഷയ സെൻറ്റർ ത്രൂ അപേക്ഷ സമർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ ഇത് കോഴ്സ് കോഡും സെൻട്രൽ കോഡും കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കുന്ന സമയത്ത് അത് എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.